അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ചാച്ചാജി നെഹ്റു തൊപ്പി ഉണ്ടാക്കുന്ന ആ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗമ്മും ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഒരു പേപ്പറിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ. അപ്പം നാളെ ശിശുദിനമല്ലേ, അപ്പോൾ എല്ലാവർക്കും അത് ആവശ്യമായിട്ട് വരും. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ചാർട്ട് പേപ്പറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വലിയൊരു ഷീറ്റാണല്ലോ ചാർട്ട് പേപ്പർ കിട്ടുക, അത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തതാണ്. അപ്പം അതായത് ഇങ്ങനെ ഒരു ഷീറ്റായിരിക്കുമല്ലോ ചാർട്ട് പേപ്പർ കിട്ടുക, അതിങ്ങനെ മടക്കി നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കിതിൻ്റെ സെൻറ്റർ ഇങ്ങനെ രണ്ടറ്റവും ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ കാണണം. സെൻറ്റർ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചെയ്യേണ്ടത് ഇവിടെ നിന്ന്, അതായത് ഈ മടക്ക് വന്നിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഒരു 2 ഇഞ്ച് നീളത്തിൽ, അതായത് 2 ഇഞ്ച് വിട്ട് നമ്മൾ ഇതിന്ന് മടക്കിയെടുക്കണം. കണ്ടോ, ഇത് 2 ഇഞ്ച്. അപ്പം ഈ ഒരു ഇതിൽ നമുക്ക് ഇത് മടക്കിയെടുക്കണം. അപ്പം നമുക്ക് ആ ഒരു ഇത് നമുക്കിവിടെ പതുക്കെ ഒന്ന് ഇത് വെച്ചിട്ട് തന്നെ ഒന്ന് അടയാളം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ മടക്കി എടുക്കണം. അപ്പോൾ അതാ നമ്മളിതിങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തിരിച്ചിട്ടിട്ട് ഈ ഭാഗം വിടർത്തിയിട്ട് ഇത് ഒന്നും കൂടി ഇപ്പുറത്തേക്കും മടക്കുക. അതായത് ഈ 2 ഇഞ്ച് നമ്മൾ മടക്കിയ ഭാഗം തന്നെ അപ്പുറവും ഇപ്പുറവും മടക്കി എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഈ ഭാഗം, അതായത് തുറന്നിരിക്കുന്ന ഈ ഭാഗത്തിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് കാണണം. അപ്പം ഇതിൻ്റെ സെൻറ്റർ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ മടക്കി ഇതാക്കരുത്, ഇവിടെ മടക്ക് വീഴരുത്. നമുക്ക് ഇവിടെ മാത്രം ഒന്ന് സെൻറ്റർ കാണാൻ വേണ്ടിയിട്ട്, അതിൻ്റെ സെൻറ്ററിൻ്റെ പോർഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇവിടെയും ഏകദേശം ഒരു 2 ഇഞ്ച് ഇതിൽ നമുക്ക് ഒന്ന് മടക്കി എടുക്കണം. ഈ ഒരു ഇതിൽ തന്നെ, അതായത് ഈ വശം, ഈ അറ്റം വരുന്ന ഈ വശം നമുക്ക് 2 ഇഞ്ച് രീതിയിൽ വർണ്ണവീതിയിൽ മടക്കുക. അതായത് ഈ സെൻറ്ററിൽ നിന്ന് ഈ ഒരു ട്രയാങ്കിൾ മാതിരി, ത്രികോണം മാതിരി നമുക്ക് അത് ഒരു ഇതാണ് കേട്ടോ എടുക്കേണ്ടത്. 2 ഇതുമല്ല, ഒരു ഇതാണ് എടുക്കേണ്ടത്. അപ്പം അതിനു മുമ്പ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇത് മടക്കി എടുത്തില്ലേ, ഇങ്ങനെ മടക്കി ഇവിടെ ഒരു മടക്ക് വന്നില്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഒന്ന് ഈ വശം ഇങ്ങോട്ടാക്കി എടുക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ വശം ഇങ്ങോട്ടും ആക്കി എടുക്കുക. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് ഉള്ളിൽ വന്നു. ഇപ്പോൾ നമുക്കൊരു ഫയലിൻ്റെ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഉള്ളിലേക്കാക്കി എടുത്ത്, അതായത് ഇങ്ങനെ നമ്മൾ മടക്കിയെടുത്ത ഇതിൽ നിന്ന് ഇപ്പുറത്തേക്കും അത് ഇപ്പുറത്തേക്കും ഇങ്ങനെ മടക്കിയെടുത്തു. ഇനി നമുക്ക് വരേണ്ടത്, നമുക്ക് ഇവിടെയാണ്, ഈ ഒരു ഭാഗത്താണ് കേട്ടോ സെൻറ്റർ കാണേണ്ടത്. ഇവിടെയല്ല, ഈ ഒരു ഭാഗം നമ്മളിപ്പോൾ ഫയൽ പോലെ മടക്കിയെടുത്ത ഈ ഒരു ഭാഗത്താണ് നമുക്ക് സെൻറ്റർ കാണേണ്ടത്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ്, ആ ഒരു പോയിൻ്റ് നമ്മൾ വരുത്തി. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇതിൻ്റെ ഒരു ഭാഗം, ഇവിടെ 2 ഭാഗം ഉണ്ടല്ലോ നമുക്ക്, അതിൻ്റെ ഒരു ഭാഗം അത് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുകയാണ്.
കണ്ടോ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ മടക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതേപോലെ തന്നെ ഈ സൈഡും ഇവിടെയും നമ്മൾ മടക്കി എടുക്കണം. അപ്പം ആ ഒരു പോയിൻ്റ് കറക്റ്റായിട്ട് നോക്കണം. ഇത് വരണത് ഒരേപോലെ വരണം കേട്ടോ. കയറിയും ഇറങ്ങിയും ആ ഒരു രീതിയിൽ പോകരുത്. അപ്പം നമുക്ക് ഇതിങ്ങനെ ഒരേ ഇതിൽ നമുക്ക് കിട്ടണം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡും മടക്കിയെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ രണ്ട് സൈഡും നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് വെട്ടിയെടുത്തുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും കണ്ടോ. ഈ ഒരു രീതിയിൽ കിട്ടും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഇത് ഇവിടെ നമുക്ക് അതായത് നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഈ ഒരു പോർഷനിലേക്ക് ഈ ഒരു ഇതിലേക്ക് ഇതിങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ നോക്കുക. ഇവിടെ ഒരു പോയിൻ്റ് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കിനി അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തും അതേപോലെ തന്നെ വെച്ചിട്ട് ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പോയിൻ്റ്, അപ്പോൾ നമുക്ക് ആ ഒരു പോയിൻ്റ് കിട്ടി. ഇനി നമുക്ക് ആ ഒരു ഇതിലേക്ക് നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഇത് ഇങ്ങനെ നമുക്ക് ഒന്ന് മടക്കി കൊടുക്കാം. നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ മടക്കിയെടുത്തു, നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇനി നമുക്ക് ഈ ഒരു പോർഷൻ ഇത് മടക്കി നമുക്ക് കറക്റ്റ് ഇവിടെ വന്ന് ഈ ഒരു എൻഡിൽ വന്ന് നിൽക്കണം. രണ്ട് സൈഡും ഈ ഒരു എൻഡിൽ വന്ന് നിൽക്കണം. അപ്പോൾ അതിന് നമുക്ക് അത് കറക്റ്റായിട്ട് മടക്കി എടുക്കുന്നത് നമുക്ക് ഈ ഒരു ഇതിൻ്റെ അളവ് ഇങ്ങനെ എടുക്കാം. ഈ ഒരു ഇതിൻ്റെ അളവ് എടുത്ത് വരുമ്പം ഇതൊരു ഇപ്പോൾ 7 നമുക്ക് ഉള്ളത്. അപ്പം ആ 7 നമുക്ക് 3 ഭാഗങ്ങളാക്കണം. അപ്പം ഇപ്പം എളുപ്പത്തിൽ നമുക്ക് ഒരു 2.25 വെച്ചിട്ട് എടുക്കാം. എന്നാലും ഒരു 1/4 ബാക്കി വരും. അത് നമുക്ക് മടക്കുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മടിക്കാൻ മതി. അപ്പോൾ നമുക്ക് ഒരു 2.25 ആ ഒരു ഇതിൽ മാർക്ക് ചെയ്തിട്ട്, അതായത് വേറെ ഒന്നുമല്ല, ഈ ഒരു കിട്ടുന്ന അളവിനെ കറക്റ്റ് 3 ഭാഗങ്ങളാക്കിയിട്ട് നമ്മൾ എടുക്കണം. ഒരിതിൽ നമ്മൾ മടക്കുവാണ്. അപ്പം ഇതിവിടെ നിങ്ങൾ പ്രസ് ഇപ്പം ചെയ്യണ്ട. കാരണം ഇവിടെ നമുക്ക് ഇതൊന്ന് ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു ഇത് കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് കണ്ടോ. ഒരു ചെറിയൊരു എന്നുവെച്ചാൽ ഒരു കാലിൻ്റെ വ്യത്യാസം നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്ത് മടക്കിയെടുക്കാം. അതേപോലെ തന്നെ ഇവിടെയും അതേപോലെ തന്നെ ആ ഒരു ഇത് കറക്റ്റ് വെച്ചിട്ട് നമുക്കപ്പോൾ ഒരു ഇതിവിടെ ആ ഒരു ഇത് ഇനി നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് ഇവിടെ കറക്റ്റായിട്ട് ആ ഒരു ഇതിൽ ഇങ്ങനെ നല്ലോണം മടക്കി എടുക്കുക കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ ഈ മടക്കിൽ വിടർന്ന് പോകാത്ത വിധത്തിലാണ് അത് ലോക്കാകേണ്ടത്. നമ്മൾ ഗമ്മും ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഭാഗം നമുക്ക് ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഇപ്പം നമ്മൾ ഒരു ഭാഗം മാത്രമല്ലേ ചെയ്തിരിക്കുന്നത്, ഒരു ഭാഗം ഇങ്ങനെ കിടക്കുകയല്ലേ. ഇനി നമ്മൾ അത് തിരിച്ച് ഇങ്ങോട്ട് വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു മടക്ക്, ഇങ്ങനെ ഒരു മടക്ക്, അതേപോലെ തന്നെ ഇവിടെയും മടക്കണം. ഇങ്ങനെ മടക്കണം. ഈ ഒരു മടക്കാണ് നമ്മുടെ തൊപ്പിയുടെ ഈ ഇതിൻ്റെ വലിപ്പം നമുക്ക് നിശ്ചയിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് കുറച്ചും കൂടി ഒന്ന് ഇതാക്കിയിട്ട് വെച്ചാൽ, കുറച്ചും കൂടി ഒന്ന് കൂട്ടിയെടുത്താൽ കുഴപ്പമൊന്നുമില്ല ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതാണ് ഇതിൻ്റെ വലിപ്പം.
ഈ മടക്കാണ് കേട്ടോ. ബാക്കിയുള്ള മടക്കൊക്കെ ആ ഒരു അളവിൽ തന്നെ ഈ ഒരു മടക്ക് നമുക്ക് ആവശ്യമുള്ള ആ ഒരു ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. ആ ഒരു ഇതിലേക്ക് നമുക്ക് അഥവാ ഇനി അത് നമ്മൾ ചെയ്ത് കഴിയുമ്പം വലുതാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇതൊന്ന് വിടർത്തിയിട്ട്, അതായത് ഈ ഒരു ഭാഗം മാത്രം, ബാക്കിയെല്ലാം ഇതുപോലെ തന്നെയാണ്. ഈ ഒരു ഇവിടെ നിന്ന് പിന്നെ രണ്ടാമതൊന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇതിങ്ങനെ മടക്കി എടുക്കണം. അതായത് നമുക്ക് ഇത് ഇവിടെ മടക്കി കഴിയുമ്പം ഇത് നമുക്ക് ഇതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഒപ്പം കിട്ടണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ മടക്കാനായിട്ട്. ഇങ്ങനെ കിട്ടണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഇത് നമുക്ക് ഇതുമായിട്ട് ലോക്ക് ചെയ്ത് കളയാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ മടക്കി എടുത്ത ഭാഗം അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ഒരു വശമല്ലേ, അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് പിന്നെ ഇത് പതുക്കെ ഒന്ന് വിടർത്തി കൊടുത്തിട്ട് പിന്നെ നമ്മളിത് മടക്കി ഇതിൻ്റെ, അതായത് നമ്മൾ ഈ മടക്കി വന്നിരിക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ കടത്തി വെച്ചിട്ട് അതവിടെ നന്നായിട്ട് പ്രസ് ചെയ്ത്, മടക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് അതുപോലെ തന്നെ കണ്ടോ. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സംഭവം നമ്മൾ ഈ ഒരു മടക്ക് വന്നിട്ടില്ല, ഈ ഒരു മടക്കിലേക്ക് ഇത് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ കയറ്റി വെച്ച് ലോക്ക് ആക്കുക. കണ്ടോ, ഇതിങ്ങനെ ആക്കി കഴിയുമ്പം അത് അതിൻ്റെ ഉള്ളിലേക്ക് പൊക്കോളും. ഇനി നമ്മൾക്ക് ഇത് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പം ഇപ്പം കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ലോക്കായി ആ ഒരു മടക്ക്. ഇനി നമുക്ക് പതുക്കെ ഇവിടെ വിടർത്തിയാൽ നമ്മുടെ തൊപ്പി റെഡിയായി കഴിഞ്ഞു. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മുടെ തൊപ്പിയിരിക്കുന്നത്. നമുക്കിതിന് ഗമ്മും ഒന്നും ആവശ്യമില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. നാളെ നമുക്ക് കുട്ടികൾക്ക് ഇത് മിക്കവാറും എല്ലാ സ്കൂളിലും ഈ ഒരു ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇന്ന് തന്നെ വൈകിട്ട് തന്നെ ഇതൊക്കെ വാങ്ങിയിട്ട് ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതേപോലത്തെ ഒരു ഇത് നമുക്ക് പിള്ളേർക്ക് നാളെ വെച്ചിട്ട് പോവാൻ തയ്യാറാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് തന്നെ ട്രൈ ചെയ്യുക, നാളെയാണല്ലോ ശിശുദിനം വരുന്നത്. അപ്പം ആ ഒരു ഇതിൽ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നാളെ പിള്ളേർക്ക് ക്ലാസ്സിൽ കൊണ്ടുപോകാനായിട്ട് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഓക്കെ, ബൈ. എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഇതിനും വരുന്ന ആ ഓരോ ഐഡിയാസും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. ഓരോ സീസണിലും ഓരോ ഇതിലും ആവശ്യം വരുന്ന ഓരോരോ ഇതുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെ ശരിയാക്കി നോക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക, പിന്നെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കുട്ടികൾക്കൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.